ഓടുകൂടി ആ അന്നത്തെ കാലത്തിൻ്റെ ഒരു രീതിയിൽ കോസ്റ്റ്യൂമൊക്കെ കൊടുത്തപ്പോൾ വളരെ മനോഹരമായിരുന്നു. പിന്നെ നിഹാലിന് ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഈ ഇന്നിഷ്ടത്തിലെ ഒരു ക്ലൈമാക്സ് പാട്ട് ആണ് ആ പടത്തിനെ പിടിച്ചു നിർത്തിയത്. അതുപോലെ ഞാൻ മാസ്റ്ററോട് പറയും, ഫൈറ്റ് മാസ്റ്ററോട് പറയും, ഇതിനകത്തൊരു ക്ലൈമാക്സ് ഫൈറ്റുണ്ട്, ആ ഫൈറ്റ് നിന്നാലേ പടം നിൽക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ആ ഫൈറ്റിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒറ്റ നിബന്ധന വെച്ചു, ഇതിന് ഡൂപ്പ് ഉപയോഗിക്കാൻ പാടില്ലെന്ന്. ഡൂപ്പ് ഉപയോഗിക്കാതെ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറയും, ഈ പയ്യൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ഇയാളുടെ പെർഫോമൻസ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇതിപ്പോൾ ഇവിടെ ചുമ്മാ ഒരു പീസ് കാണിച്ചതല്ലോ, ഒരു പൈപ്പൊക്കെ ഇങ്ങനെ ഒരു ഇഞ്ച് പൈപ്പിൻ്റെ പുറത്ത് പോലെ ഹൈറ്റിൽ ചാടി ഇവിടെ നിന്ന് ചാടി കയറി നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന നമ്പറുകളൊക്കെ കാണിക്കുക. അതെല്ലാം കണ്ട് മാഫിയ ശശിവര അങ്ങ് ഞെട്ടിപ്പോയി. ഇതൊക്കെ ചെയ്യുവാന്ന് ചോദിച്ചു. അങ്ങനെ അതിമനോഹരമായൊരു ഫൈറ്റ് നിങ്ങളുടെ പടം കാണുമ്പോൾ ഓർത്തോളണം. 2 പുതുമുഖങ്ങളാണ് ചെയ്യുന്നത്. മുമ്പ് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത 2 ഹീറോ ആയാലും വില്ലനായാലും 2 പേരും പുതിയ ആളുകളാണ്. അവർ ചെയ്തിരിക്കുന്ന ഫൈറ്റ് ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്നു, ഇന്നൊരു സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത രീതിയിലൊരു ആക്ഷൻ ഹീറോ ആയിട്ട് മലയാളത്തിലെ ഈ പ്രായത്തിലുള്ളൊരു പയ്യൻ ഇന്നൊരു ആക്ഷൻ ഹീറോ ആയിട്ട് മലയാള സിനിമയിലില്ല. ഭാവിയിലെ ഒരു ആക്ഷൻ ഹീറോ ആയിരിക്കും പുള്ളി, അത് ഉറപ്പാണ്. അത് ഞാൻ വാഗ്ദാനം ചെയ്യണം.